മാസ്യൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ഓൾ ടു മൈ ചാനൽ മാസ്യൂൾ. ഓക്കെ, ഇന്ന് ഡിസ്കസിങ് അബൌട്ട് ഡിവിഷൻ ഓഫ് നമ്പർ. അതായത് ഒരു സിംഗിൾ നമ്പർ വെച്ചിട്ടുള്ള ഡിവിഷൻസ് ആണ് പറയുന്നത്. നോക്കൂ, ഡിവൈഡഡ് ബൈ 2, ഡിവൈഡഡ് ബൈ 4, 7, 6, 4, 3 ഡിവൈഡ് നമ്പർ വെച്ചിട്ട് ഡിഫറെന്റ് ടൈപ്പിലുള്ള നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാണ്. വ്യത്യസ്ത തരത്തിലുള്ള സംഖ്യകളെ ഡിവൈഡ് ചെയ്യാണ്. ഒരു നമ്പർ ഉണ്ട്, 2 ഡിജിറ്റ് ഉണ്ട്, 2 അക്കം ഉള്ളതുണ്ട്, 3 ഡിജിറ്റ് നമ്പർ ഉണ്ട്, 3 അക്കമുള്ള സംഖ്യകളുണ്ട്. അപ്പോൾ ഓരോരോ തവണ വരുമ്പോഴും എന്ത് ചേഞ്ചസ് ഇതിനുണ്ടാവും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒറ്റ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിന്റെ ഡൗട്ട്സ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതാണ് എല്ലാ ടൈപ്പും ഒറ്റ സ്ക്രീനിൽ തന്നെ പ്രസന്റ് ചെയ്തുകൊണ്ട് ഈ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് പറയുന്നതാണ് 8 ഡിവൈഡഡ് ബൈ 2. 8 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയാം, അത് അധികം പറയാനില്ല, 4 ആണ്. വൈ? അതിന്റെ കാരണം എന്താ? റീസൺ ഈസ് 4 into 2 equal to 8 ആണ്. 4 into 2 equal to 8 ആണ്. Therefore 4 is the answer. അല്ലെങ്കിൽ 2 into 4 equal to 8 ആണ്. Therefore 4 is the quotient when 8 is divided by 2. 8നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ അതിന്റെ ഹരണഫലം നമുക്ക് കിട്ടുന്നത് 4 ആണ്. സിമിലർ വേ 9 divided by 3 എന്ന് പറയുമ്പോൾ അതിന്റെ ആൻസർ 3. അതെന്താ കാരണം? 9 ഈക്വൽ ടു നമുക്കറിയാം 3 into 3 ആണ്. അതുകൊണ്ട് സിംഗിൾ ഡിജിറ്റ് കൊണ്ട് നമുക്ക് ഈസിയായി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി നോക്കൂ, ഒരു സിംഗിൾ ഡിജിറ്റിനെ തന്നെ 2 ഡിജിറ്റ് വെച്ചിട്ടാണ് ഡിജിറ്റ് ചെയ്യുന്നത്. നോക്കുക, 1, 2, 12 ആണ്. 12 ഡിവൈഡഡ് ബൈ 3 ആണ്. 12 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ അതിന്റെ ആൻസർ നമുക്ക് കിട്ടും 4. എന്താ കാരണം? നമ്മൾക്ക് we know 12 equal to 3 into 4 ആണ്. 3 into 4 ആണ്. Therefore 4 ആണ്. 12 divided by 3 വരുമ്പോൾ 12 equal to 3 into 4. അപ്പോൾ ആൻസർ ഈസ് 4. സിമ്പിൾ. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഇത് ഈസി ആയിട്ട് ഇതിന്റെ റിസൾട്ട് കിട്ടും. 28 ഡിവൈഡഡ് ബൈ 7 നമുക്കറിയാം ആൻസർ 4. കാരണം എന്താ? 28 ഈക്വൽ ടു 7 into 4 ആണ്. കറക്റ്റ്. അപ്പൊ 4 ആണ് അതിന്റെ ആൻസർ വരുന്നത്. അപ്പൊ സിംഗിൾ ഡിജിറ്റിന് അല്ലെങ്കിൽ 2 ഡിജിറ്റ് വരുന്നതിന് ടേബിൾ ഉപയോഗിച്ചിട്ടുള്ള ഡിവിഷൻ ആണ് ഈ ഒന്നാമത്തെ ടൈപ്പ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് നോക്കിക്കോ. 2 നമ്പർ വെച്ചിട്ടാണ് വരുന്നത്. കുറച്ച് വലിയ നമ്പർ ആണ് ഇത്, അല്ലെ? കുറച്ച് സൈസ് കുറച്ച് ലാർജ് ആയിട്ടുള്ള നമ്പർ ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇതെങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഇതേമാതിരി ടേബിൾ വെച്ചിട്ട് നമുക്ക് ചിലപ്പോൾ കുട്ടികൾക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യും? 84നെ നമ്മൾ 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പൊ 8 ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ് ഡിവൈഡ് ചെയ്യുമ്പോൾ പോകേണ്ടത്. ലെഫ്റ്റിലത്തെ നമ്പർ ഇടതുഭാഗത്തെ സംഖ്യയിൽ നിന്ന് വലത്തോട്ടാണ് പോകേണ്ടത്. 8ൽ 4 എത്ര തവണ വരും? നമുക്ക് 2. ഈ 2നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് എത്ര കിട്ടും? 8. 2നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 8 കിട്ടി. അപ്പൊ ഇവിടെ ഒന്നുമില്ല, സബ്ട്രാക്ട് ചെയ്യാം. നത്തിങ്, 0 ആണ് വരിക. 0 വേണമെങ്കിൽ എഴുതാം. പിന്നെ 4നെ നമ്മൾ ഇവിടെ താഴ്ത്തി എഴുതി. 4ൽ 4 എത്ര ടൈംസ് പോകും? 1 ടൈം പോകും. അപ്പൊ 1 into 4 നമുക്ക് കിട്ടും 4. 1 into 4 ഈക്വൽ ടു 4. അപ്പൊ ഇവിടെ റിമൈൻഡർ 0. ഇവിടെ 0 എഴുതാൻ നിർബന്ധമില്ല. അപ്പൊ നമുക്ക് ആൻസർ നമുക്ക് കിട്ടും കോഷ്യന്റ് 21. അപ്പൊ ഇതിന്റെ കിട്ടി 21. സിമ്പിൾ ആയിട്ട് ചെയ്തു. 8ൽ 2 ടൈംസ് പോയി, കറക്റ്റ് ആയി. 4ലാകുമ്പോൾ 4 മൈനസ് 4 എഴുതി 4 വന്ന് സബ്ട്രാക്ട് ചെയ്തപ്പോൾ 0 കിട്ടി. ആൻസർ 21 കിട്ടി. ഒന്നും കോംപ്ലിക്കേഷൻ ഇല്ല. സിമിലർ വേ നമുക്ക് എന്ത് ചെയ്യാം? 96നെ നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നിങ്ങൾ സ്വന്തം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് റോയിലത്തെ പ്രോബ്ലം കൊടുത്തിന്. ഫസ്റ്റ് റോയിലെ പ്രോബ്ലം എല്ലാം മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് റോയിൽ സ്വന്തമായിട്ട് ചെയ്യാം. കിട്ടിയിട്ടില്ലെങ്കിൽ വീഡിയോ കണ്ടു നോക്കുക. അപ്പൊ 9ൽ 3 എത്ര ടൈംസ് ആവും? 3 ആവും. 3 into 3 we get 9. 3 3 9. 0 ആണ്, ഒന്നുമില്ല. 6 താഴ്ത്തി ഇടണം, അല്ലെ? 6 താഴ്ത്തി ഇടണം. 6ൽ 3 എത്ര ടൈംസ്? 2 ടൈംസ്. ആ 2 into 3 we get 6. 2 ഗുണിക്കണം 3 നമുക്ക് 6 കിട്ടും. അപ്പൊ നമുക്ക് 0 കിട്ടും. അപ്പൊ ആൻസർ നമുക്ക് കിട്ടും 32 കിട്ടും. ഇതും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. ഇങ്ങനെയുള്ള മെത്തേഡിന്റെ ഒരു വീഡിയോ മാസ്യൂൾ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഡിവിഷൻ ഓഫ് നമ്പർ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിൽ കാണാൻ കഴിയും. ഓക്കെ, ഇത് എല്ലാ ടൈപ്പിലത്തെ നമ്പറിന്റെ ഡിവിഷൻ ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നോക്ക്, ഇത് 2 ഡിജിറ്റ് നമ്പർ, ഇത് സിംഗിൾ ഡിജിറ്റ് നമ്പർ. ഇത് 2 ഡിജിറ്റ് നമ്പർ, സിംഗിൾ ഡിജിറ്റ് നമ്പർ. എന്താണ് ഡിഫറൻസ് നോക്കാം നമുക്ക്. ഇവിടെ നമുക്ക്
കൂളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. ഇവിടെ നോക്കൂ, 84 ഡിവൈഡഡ് ബൈ 7. ശ്രദ്ധിക്കണം, 8ൽ 7 നോക്കി, ഇവിടെ നോക്കിയാൽ 8ൽ 4 നമുക്ക് 2 എഴുതാൻ പറ്റിയിരുന്നു. പക്ഷെ ഇത് 8ൽ 7 എന്ന് പറയുമ്പോൾ കറക്റ്റ് വരുന്നില്ല. 7ന്റെ ടേബിൾ വരുന്നില്ല, 7ന്റെ മൾട്ടിപ്പിൾ വരുന്നില്ല, 7ന്റെ ഗുണിതം വരുന്നില്ല ഇവിടെ. അപ്പൊ 8ൽ എത്ര 7 ഉണ്ടെന്ന് നോക്കണം. 8ൽ എത്ര 7 ഉണ്ടാവുക? ഒരു 7 സിംഗിൾ അല്ലെ. 1 7 7 2 7 14 ആണ്. അപ്പൊ ഇവിടെ 8 ഉള്ളൂ. അപ്പൊ 8ൽ എത്ര വരിക? 1 7 വരും. 1 എഴുതി, 1 into 7 7. നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക, നമുക്ക് എത്ര കിട്ടും? 1 കിട്ടും. ഇനി അതിനുശേഷം എന്താ ചെയ്യുക? നേരത്തെ പ്രോബ്ലം കണ്ടില്ലേ നിങ്ങൾ? 8ന് 8 സബ്ട്രാക്ട് ചെയ്തപ്പോൾ 0 കിട്ടിയത്. ഇവിടെ 8ന് 7 കിട്ടിയപ്പോൾ 1 കിട്ടും. അതാണ് ഇതും തമ്മിൽ ഡിഫറൻസ്. ഇതും 2 ഡിജിറ്റ് തന്നെ, ഇതും 2 ഡിജിറ്റ് തന്നെ. പക്ഷെ നമ്പർ ഡിഫറെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വ്യത്യാസം മനസ്സിലായില്ലേ? 8ന് 7 പോയാൽ 1, പിന്നെ 4 താഴ്ത്തി ഇടുക, ഈ 4നെ താഴ്ത്തി ഇടുക, ഇവിടെ താഴോട്ട് 14. 14ൽ 7 എത്ര പോകും നോക്കിയാൽ 2 വരുന്നുണ്ട്. 2 into 7 14. അത് കറക്റ്റ് ആയിട്ട് വന്നു, ബാക്കി ഒന്നുമില്ല, 0. അപ്പൊ ആൻസർ നമുക്ക് എത്ര കിട്ടി? 12 1 2 എന്ന് പറഞ്ഞു. അപ്പൊ ഇതും തമ്മിലെ ഡിഫറൻസ് മനസ്സിലായല്ലോ. ഇവിടെ സബ്ട്രാക്ട് ചെയ്ത സമയത്ത് കറക്റ്റ് ആയിട്ട് ഇവിടെ വന്നു, പക്ഷെ ഇവിടെ ബാലൻസ് വരുന്നുണ്ട് എന്നതാണ് ഇതും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി മൂന്നാമത്തെ ടൈപ്പ് നോക്കി. അപ്പൊ 2 ഡിജിറ്റിന്റെ ഈ തരത്തിലാണ് രണ്ടെണ്ണം വരുന്നത്. കൃത്യമായിട്ടുള്ളതും വരും, ബാലൻസ് വരുന്നതും വരുന്നു. അപ്പൊ 2 നമ്പറിനെ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ഇപ്പൊ പറഞ്ഞത് അല്ലെ. ഓക്കെ, ഇനി 3 നമ്പറിനെ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ടൈപ്പ് നമുക്ക് നോക്കാം. നോക്ക്, 684 ഡിവൈഡഡ് ബൈ 6 നോക്കാം. 684 ഡിവൈഡഡ് ബൈ 6 എന്താണ് സംഭവിക്കുക? 6ൽ 6 1 ടൈം 1 into 6 6. ഡൗട്ട് ഇല്ലാതെ കരുതുന്നു. 6 പോയാലും നോക്കേണ്ട ആവശ്യമില്ല. അടുത്തത് 8 ആണ്. 8 ഇവിടെ താഴ്ത്തി എഴുതണം. 8 താഴ്ത്തി എഴുതിയാൽ ആരോ മാർക്ക് ഞാൻ ഇടുന്നതാണ്, നിങ്ങൾ ആരോ മാർക്ക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. 8 താഴ്ത്തി എഴുതി. 8ൽ എത്ര 6 വരും നോക്കിയാൽ 1 6 8. 2 6 12 ആണ്. അപ്പൊ 1 6 6. ബാക്കി നമുക്ക് 2 കിട്ടും. ഈ 4നെ ഇനി താഴ്ത്തി ഇടുക. 4 24ൽ 6 എത്ര? 4. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി 114 എന്ന് പറയുന്ന ആൻസർ ഇതിന് കിട്ടി. ഓക്കെ, അതായത് മനസ്സിലായില്ലേ? മൾട്ടിപ്ലിക്കേഷൻ ഓരോ നമ്പറിൽ പോയി. ഇനി 615 ഡിവൈഡഡ് ബൈ 5 ആണെങ്കിൽ നിങ്ങൾക്ക് സ്വയം ചെയ്ത് നോക്കാം. എങ്കിലും ഞാനിവിടെ ഫാസ്റ്റ് ആയിട്ടൊന്ന് എഴുതിയേക്കാം. 5 6ൽ 5 കറക്റ്റ് നോക്കിക്ക. 6ൽ എത്ര 5 ഉണ്ട്? ഒരു 5 ആണ് ഉള്ളത്. അല്ലെ, എത്ര 5ൽ നോക്കണ്ടേ? അതായത് 1 into 5 ആണ് 5. അപ്പൊ 1 ആണ് വരിക. 1 into 5 5. സബ്ട്രാക്ട് ചെയ്യുക, എത്ര കിട്ടും? ബാലൻസ് 1 ഉണ്ട്. പിന്നെ അതിനുശേഷം ഈ 1നെ നമ്മൾ താഴ്ത്തി എഴുതണം. ഈ 1നെ താഴ്ത്തി എഴുതണം. അപ്പൊ എത്ര? 11 ആയി. 11ൽ 5 എത്ര വരല്? 2 2 5 10 ആണെന്ന് അറിയാം. അപ്പൊ ബാലൻസ് വീണ്ടും 1 വരും. വീണ്ടും ഈ 5നെ നമ്മൾ താഴ്ത്തി എഴുതണം. 15ൽ 5 എത്ര കിട്ടും? 2 5 10 3 5 15. അപ്പൊ 3 5 ആണ് 15. 3 5 ആണ് 15. ബാലൻസ് ഒന്നുമില്ല. അപ്പൊ ഇതായി. ഓക്കെ, ഈ 1 ഇവിടെ താഴ്ത്തി എഴുതി നിങ്ങൾ കണ്ടു. അപ്പൊ ആൻസർ എത്ര വന്നു? 1 2 3 എന്ന് പറയുന്ന ആൻസർ വന്നു. അപ്പൊ 3 നമ്പറിനെ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മനസ്സിലായി, ഒന്നാമത്തെ നമ്പറിൽ വലുതായതുകൊണ്ട് ഇത് കൃത്യമായിട്ട് വന്നു. ഇനി ഇതേ 3 നമ്പറിനെ തന്നെ വേറെ സിംഗിൾ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പ്രത്യേകത നിങ്ങൾ നോക്കൂ. 332 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, അതിന്റെ പ്രത്യേകത ശ്രദ്ധിക്കണേ. ഇതാ നോക്ക്, എന്താ പ്രത്യേകത അറിയോ? ഈ 3ൽ 4 കൃത്യമായിട്ട് പോവില്ല. കാരണം എന്താ? 3 ലെസ് ആണ്, ചെറിയ നമ്പറാണ്. 3 സ്മോൾ നമ്പറാണ്. 4 വലിയ നമ്പറാണ്. അപ്പൊ ഇത് ശരിയാവില്ല. ഇവിടെ ശരിയായി, ഇത് ഈക്വൽ ആണ്. ഇവിടെ ശരിയായി, ഇതിനേക്കാളും ലെസ് ആണ്. പക്ഷെ ഇത് രണ്ടിനേക്കാളും വലുതായതുകൊണ്ട് അത് കറക്റ്റ് ആവില്ല. അപ്പൊ നെക്സ്റ്റ് നമ്പറും കൂടെ കൂട്ടെടുക്കുക. അപ്പൊ 33 ആയി. 3 ആവില്ല. അപ്പൊ 33 ആയി. 33ൽ 4 എത്ര ഉണ്ട് നോക്കിയാൽ 7 4 28 ആണ്. 8 4 എത്ര? 32 ആണ്. ഇവിടെ 33 ഉണ്ട്. അപ്പൊ 8 എഴുതാം. 8 into 4 32 എഴുതാം. അപ്പൊ സബ്ട്രാക്ട് ചെയ്തു. 3 2 പോയ 1, 3 3 പോയ 0 0 എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ 2നെ താഴ്ത്തി എഴുതുക. ഈ 2നെ ഇവിടെ താഴ്ത്തി എഴുതുക. 12ൽ എത്ര? 4 3 4. ഇപ്പൊ 3 into 4 എത്ര? 12. അപ്പൊ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ 0. ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എത്ര കിട്ടി? 332 എന്ന് പറയുമ്പോൾ ആൻസർ എത്ര കിട്ടി നമുക്ക്? 83 എന്ന് പറയുന്ന ആൻസർ ഇവിടെ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ എന്താ ഇതും തമ്മിൽ ഡിഫറൻസ്? ഇവിടെ ഫസ്റ്റ് നമ്പറിൽ തന്നെ നമുക്ക് ആൻസർ എഴുതാൻ പറ്റി, വലുതായതുകൊണ്ട്, ഈക്വൽ ആയതുകൊണ്ട്. ഇവിടെ ചെറുതായതുകൊണ്ട് സെക്കൻഡ് കൂടെ കൂടി. അപ്പൊ ഇതും തമ്മിലെ ഡിഫറൻസ് മനസ്സിലാക്കിയിട്ടാണ് പഠിക്കേണ്ടത്. ഓക്കെ,
നെക്സ്റ്റ് കണ്ടോ 609 ഡിവൈഡഡ് ബൈ 3. നോക്കൂ, ഇത് കുട്ടികൾ എപ്പോഴും തെറ്റിക്കുന്നതാണ്. 609 ഡിവൈഡഡ് ബൈ 3. 6ൽ 3 എത്ര ടൈംസ് പോകും? 2. 2 3 6. ഒന്നുമില്ല. പിന്നെ നമ്മൾ സീറോനെ താഴ്ത്തി ഇട്ടു. സീറോനെ താഴ്ത്തി, സീറോ ഇതിനേക്കാൾ ചെറുതാണ്, അപ്പൊ സീറോയില് പോവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? സീറോ എഴുതണം. ശ്രദ്ധിക്കണം, ഒരു നമ്പർ താഴ്ത്തി ഇട്ടിട്ട് ഇതിനേക്കാളും ലെസ് ആണ് ഇവിടെ വരുന്നതെങ്കിൽ, ഈ നമ്പറിനെക്കാളും ലെസ് ആണ് ഇവിടെ ഉള്ളതെങ്കിൽ, കുറവാണ് ഉള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സീറോ ഇടണം. അതിനുശേഷം എന്ത് ചെയ്യുന്നു? 9 വീണ്ടും താഴ്ത്തി എഴുതുന്നു. അപ്പൊ 09 എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, 9 ആണ്. 09 എന്ന് പറഞ്ഞാൽ 9 ആണ്. 9ൽ എത്ര 3 ഉണ്ട്? 3 ഇപ്പൊ 3 നമുക്ക് എത്ര കിട്ടി? 9. ഇവിടെയാണ് എഴുതുന്നത് കേട്ടോ, ഇവിടെയല്ല, 9 ഇവിടെയാണ് എഴുതുന്നത്. ലെഫ്റ്റ് സൈഡിൽ 0 ഉണ്ടെങ്കിൽ വേണം നമുക്ക് ഒഴിവാക്കി ചെയ്യാം. 9/0 നമുക്ക്. അപ്പൊ ആൻസർ നമുക്ക് എത്ര കിട്ടി? 203 എന്ന് പറയുന്ന ആൻസർ കിട്ടി. അതും 3 നമ്പറിന്റെ കണ്ട, 3 നമ്പറിലെ പ്രത്യേകതയല്ലേ. അപ്പൊ താഴ്ത്തി ഇട്ടിട്ടും ചെറിയ നമ്പർ വരുമ്പോഴാണ് ഇത്. ഇതിൽ നിന്ന് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. അപ്പൊ എന്താണ് ഇത്? 428. നോക്ക്, 428 ഡിവൈഡഡ് ബൈ 4. 4ൽ 4 എത്ര പോയി? ഒരു തവണ. ഒരു 4 കറക്റ്റ് അല്ലേ? ബാലൻസ് ഒന്നുമില്ല, 0. 2 താഴ്ത്തി ഇട്ടു. ശ്രദ്ധിക്ക്, 2 താഴ്ത്തി ഇട്ടു. അപ്പൊ 2 താഴ്ത്തി ഇട്ടിട്ട് ഇതിനേക്കാളും ചെറുതാണിത്. ഇതിനെ താഴ്ത്തി ഇട്ടിട്ടും ചെറുതാണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 0 കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ 20 എഴുതി. പിന്നെ എന്ത് ചെയ്യാ? വീണ്ടും നമ്മൾ 8നെ താഴ്ത്തി ഇട്ടു. അപ്പൊ എന്ത് ചെയ്യാ? 28 ആയി. 28ൽ 4 എത്ര വരിക? 7 4 നമുക്ക് കിട്ടി 28. 0 ബാക്കി നമുക്ക് കിട്ടി. അപ്പൊ എത്ര കിട്ടും? ഇത് ശ്രദ്ധിക്കണം, ഒരു നമ്പർ താഴേക്ക് എഴുതിയിട്ട് ഈ നമ്പർ ഈസ് ലെസ് ദാൻ ഡിവൈഡ്, ഇതിനേക്കാളും ഡിവൈഡിനെക്കാളും ചെറുതാണെങ്കിൽ എന്ത് ചെയ്യുക? ആഡ് 0 ടു കോഷ്യന്റ്. കോഷ്യന്റിൽ 0 ആഡ് ചെയ്യണം. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ. ഇത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഇത് നിങ്ങൾക്ക് ഇതേ മോഡൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ്? 438 ഡിവൈഡഡ് ബൈ 6. 4ൽ 6 പോവില്ല. അപ്പൊ 43ൽ എത്ര? 7 6 42 ആണ്. ബാക്കി നമുക്ക് 1 കിട്ടി. 8 താഴ്ത്തി എഴുതി. 8 × 6 എത്ര? 3. ഈ മോഡലാണ് ഇത്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? ഇത് കിട്ടി. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇപ്പൊ നമ്മൾ ചെയ്തത് എന്താ? സിംഗിൾ നമ്പറിന് സിംഗിൾ കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2 നമ്പറിന് സിംഗിൾ കൊണ്ട്, 2 നമ്പറിന് 2 ഡിഫറെന്റ് ടൈപ്പ്, 3 സിംഗിൾ കൊണ്ട് അത് ഡിഫറെന്റ് ടൈപ്പ്. പിന്നെ 0 വരുന്ന കേസിൽ, റിസൾട്ടിൽ 0 വരുന്ന കേസിൽ 0 വന്നിട്ടും വരാം, 0 വരാതെ ചെറിയ നമ്പർ വന്നിട്ടും വരാം. അപ്പൊ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കുട്ടികൾ പഠിച്ചു വെക്കണം. വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് കുട്ടികൾ തെറ്റിക്കുന്നതാണ് ഈ ടൈപ്പ്. ഓക്കെ, കൃത്യമായിട്ട് വീഡിയോ ഒന്നുകൂടെ പോസ് ചെയ്തതിനു ശേഷം ശരിക്കും മനസ്സിലാക്കുക. അപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് സിംഗിൾ ഡിജിറ്റ് കൊണ്ട് ഏത് നമ്പർ ആയാലും ഡിവൈഡ് ചെയ്യാനുള്ള വഴിയാണ് ഇവിടെ പഠിച്ചിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഒന്ന് പഠിക്കട്ടെ. ചില കുട്ടികൾ ചിലത് മാത്രമേ സംശയം ഉണ്ടാവുള്ളൂ. ആ സംശയം ഒറ്റ സ്ക്രീനിൽ തന്നെ നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഈ അവസാനത്തെ ഇത് 0 വരുന്ന കേസാണ് അപ്പുറത്തെ കേസ്. ഓക്കെ, ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പൊ നമ്മൾ അഡിഷൻ ചെയ്തു, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ 4 ഇപ്പൊ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ബാക്കി 3 ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ ഇടും. കാണാത്തവര് അത് കണ്ടിട്ട് മനസ്സിലാക്കുക. ഓക്കെ, പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.